ഇന്നലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ രണ്ട് യുവ നേതാക്കൾ തമ്മിൽ വലിയ സംഘർഷത്തിലാണ്. പണ്ട് നാം ഇത്തരം കാര്യങ്ങൾ ബംഗാളിൽ കണ്ടിരുന്നു. CPM നേതാക്കളെ മറ്റു പാർട്ടിയിലെ നേതാക്കളും ജനങ്ങളും തിരഞ്ഞു പിടിച്ച് തല്ലുന്നത്. ആ ഒരു മാറ്റത്തിലേക്ക് കേരളം മുന്നേറുകയാണ്. കേരളം അങ്ങനെ മുന്നേറുന്നു എന്നുള്ളതാണ് ഈ പ്രശാന്ത് ശിവനും ആർഷോയും തമ്മിൽ പാലക്കാട്ട് നടത്തിയ ദ്വന്ദ്വ യുദ്ധത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വാക്പോര് അവസാനം കായിക പോരായി മാറുകയാണ് ഉണ്ടായത്. ഇത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പോരിൽ മാർക്സിസ്റ്റുകാരെ വിരട്ടി നിർത്താൻ BJPക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഇതെനിക്ക് തോന്നുന്നത് അമിത്ഷാ മുമ്പ് വന്ന് ഇവിടെ ഒരു ആഹ്വാനം നടത്തി ജനങ്ങളെ വിരട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് ദുഷ്പ്രചരണവും വിരട്ടലും, ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വ്യാജ പ്രചരണവും വിരട്ടലുമാണ് ഇവരുടെ കൈമുതൽ. ഇത് രണ്ടും അവസാനിപ്പിക്കാൻ BJP പ്രവർത്തകർ തയ്യാറാവണമെന്ന് അമിത്ഷാ ഒരു പ്രസ്താവന മുമ്പ് നടത്തുകയുണ്ടായി. ഏതാണ്ട് അത് BJPക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പല സ്ഥലങ്ങളിലും അവർ CPM-നെ കൈകാര്യം ചെയ്യുന്നത്. പൊതുജനത്തിന് ആർഷയോട് ഇത്ര വൈരാഗ്യം എന്താണ്? കാരണം ഈ പ്രശ്നത്തിനെതിരെ ഈ കോൺഗ്രസ്സുകാരും CPM-കാരും അതോടൊപ്പം തന്നെ CPM-കാരും മുസ്ലിം ലീഗുകാരും എല്ലാവരും ഇപ്പോൾ പ്രശാന്ത് ശിവന് വലിയ പിന്തുണയാണ് നൽകുന്നത്. അല്ല, അത് മാത്രമല്ല, ASF CPI വരെ പരോക്ഷമായി പിന്തുണ കൊടുക്കുകയാണ്. അവരുടെ ഒരു വനിതാ നേതാവിനെ സൂക്ഷിച്ച് കളിച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഗർഭിണിയാക്കുമെന്ന് വരെ പറയാൻ മടിക്കാത്ത ആളാണ് ആർഷോ. അപ്പോൾ ആർഷോയ്ക്ക് ഒരു തട്ട് കിട്ടുന്നതിൽ ഇടതുപക്ഷത്തെയും പല ആൾക്കാർക്കും, അതായത് വിദ്യാർത്ഥി വിഭാഗങ്ങളുടെ നേതാക്കൾക്കും അണികൾക്കും വരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആർഷോയാണ് ഒരു പുതിയ സംസ്കാരം. SFIയുടെ മുമ്പത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ കലാലയങ്ങളിൽ കലാപരിപാടികൾ, സാംസ്കാരിക വേദികൾ, ചില പുത്തൻ ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് വോട്ട് നേടുക എന്നുള്ളൊരു ശൈലി ഉണ്ടായിരുന്നു. സാംസ്കാരിക പ്രവർത്തനം, സൗഹൃദ പ്രവർത്തനം, കലാപരിപാടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിലൂടെയാണ് അവർ ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം പിറ്റിയിരുന്നത്. പിന്നീടും അവരുടെ പല മുദ്രാവാക്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ശക്തമായ ചോര ചെങ്കൊടി, ചോര ചാലുകൾ നീന്തിക്കയറി എന്നൊക്കെ പറയുന്ന ആ ശൈലിയാണ് അവർ പലപ്പോഴും കുട്ടികളെ ആവേശം കൊള്ളിക്കാനായിട്ട് എടുത്തിരുന്നതെങ്കിൽ ആർഷോ വന്നതിന് ശേഷമാണ് ഈ കുട്ടികൾ അടിയിലൂടെ ഇങ്ങോട്ട് വന്ന് ഏത് കോളേജിലായാലും വന്നു കയറുമ്പോഴേ രണ്ട് അടി കൊടുത്ത് അവനെ നമ്മുടെ കൈക്കലാക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരെ നമ്മുടെ കൈക്കലാക്കുക, എതിർ കക്ഷികളുടെ കൊടിയോ പോസ്റ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അത് വലിച്ചു കീറിക്കളഞ്ഞ് ഓടിച്ചിട്ടടിക്കുക, ഈ ശൈലി കൊണ്ടുവന്നത്. ഇതിപ്പോഴും SFI തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കാറ് തടഞ്ഞുകൊണ്ട് കുട്ടികൾ കാണിച്ച കോപ്രായങ്ങൾ കാണുമ്പോൾ പലർക്കും തോന്നി. കുട്ടികൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കരമായ ഒരു അപ്പീലുണ്ടാക്കിയ ഒരു കാര്യമാണെന്നാണ്. പക്ഷേ കേരളത്തിലെ ഈ TV കണ്ടുകൊണ്ടിരുന്ന വലിയ ഒരു വിഭാഗം ജനത നമ്മുടെ കുട്ടികളെ ഈ വിധത്തിൽ SFI അധപ്പതിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നത് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തു എന്നുള്ളതാണ്. പലരിൽ നിന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അവർ ഈ കോപ്രായങ്ങളെ അനുകൂലിക്കുന്ന വിദേശ വിദഗ്ധനെ അടിച്ചവർക്ക് എന്താണ്? അതെ, ആ നിലവാരത്തിലേക്ക് പോകുമ്പോൾ അപ്പം അധ്യാപകന് വില. ഇപ്പം ഒരു നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്. ഇപ്പം ഗുരുക്കന്മാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് നമ്മുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. അതിന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ശരിയാണോ ശരിയല്ലയോ, ആളെ മാറ്റണോ, അതൊക്കെ വേറെ പ്രശ്നം. അതിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇറങ്ങി വാട എന്ന് വിളിക്കുന്ന ശൈലി, എന്നിട്ട് ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാട എന്ന് പറയുന്നത്, ഇത് മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നതിൽ മാതാവിനോടും പിതാവിനോടും ഇത് തന്നെ സംസാരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ അത് പലരും അങ്ങനെയാണ് വീക്ഷിക്കുന്നത്, മനസ്സിലായില്ലേ? അധ്യാപകനെതിരെ, അല്ലെങ്കിൽ അധ്യാപകരുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാളിനെതിരെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ പദവിയിലിരിക്കുന്ന ആളിനെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇത് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അപ്പോൾ തന്നെ ആ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാണ് പറയേണ്ടത്. അവരെ വിളിച്ചു വരുത്തി ഇത് മേലാൽ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ നിൽക്കുമ്പോൾ ഇത്തരം സംഭാഷണങ്ങൾ നടത്തരുതെന്ന് പറയാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ അവർ പോലും വേണ്ടിയില്ല എന്നുള്ളതാണ്. ഈ സംസ്കാരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ആർഷോയാണ്. SFIയെ ഒരു ക്രിമിനൽ ടീം, അതായത് അദ്ദേഹത്തിനെതിരെ തന്നെ ഇപ്പോൾ തന്നെ
മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഒരു മാഫിയ സംഘമാക്കി വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റുന്നതിൽ ഈ കൂട്ടാളികൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ പല പോലീസ് എൻക്വയറികളും മറ്റു കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അതിന് യാതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ വിജയ് സാക്കറെ അടക്കമുള്ളവരെ ഓടിച്ചതിൻ്റെ പ്രധാന കാരണങ്ങൾ അദ്ദേഹം ഇത്തരം അനീതികൾക്കെതിരെ പലപ്പോഴും പടവാളേന്തി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെ അക്രമമോ അനീതിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ശക്തമായി ഇടപെടുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇവിടുന്ന് DGP ആക്കാതെ ഡൽഹിയിലേക്ക് ഓടിച്ചത്. പക്ഷെ അതൊരു വിധത്തിൽ നന്നായി. ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇന്ത്യയെ ഞെട്ടിച്ച ആ ബോംബ് സ്ഫോടനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടെത്താനായിട്ട് അദ്ദേഹം മുന്നിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കേരളം തഴഞ്ഞ DGP അവിടെ പോയി, ഡൽഹിയിൽ പോയി ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമായി മാറി. ഇത് ഇന്ത്യക്കാർ, കേരളത്തിലുള്ളവർ പഠിക്കേണ്ടതാണ്. നല്ല ഉദ്യോഗസ്ഥനെ, നല്ല നേതാവിനെ, നല്ല ഭരണാധികാരിയെയൊക്കെ വളർത്താൻ നമ്മൾ ശ്രമിക്കാതെ അവരെ തളർത്താൻ ശ്രമിക്കുമ്പോൾ, അവരെ വെട്ടിനിരത്താൻ ശ്രമിക്കുമ്പോൾ, എന്നിട്ട് ആർഷോയെ പോലുള്ളവരെ, ഗുണ്ടകളെ മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇതാണ് അമിത്ഷാ പറഞ്ഞത്. പാലക്കാട് നിങ്ങളിതിനെ BJP-കാരോട് പറഞ്ഞത് നിങ്ങളിതിനെ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നിനും നടത്താൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സുകാരനെ മുണ്ടും തുണിയില്ലാതെ ഓടിച്ച പോലെ BJP-കാരനെ ഓടിക്കും. അതുകൊണ്ട് അവരിപ്പം മുന്നോട്ട് വരികയാണ്. എന്തടാന്ന് ചോദിക്കുമ്പോൾ എന്തടാന്ന് ചോദിച്ച് തിരിച്ച് മുന്നോട്ട് വരുന്ന ഒരു ശൈലി BJP എടുക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്കേ അതറിയാവും. താഴെത്തട്ടിലെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും അകറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കാൻ ആർഷോ മോഡൽ ഒരുപാട് പേരിപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ വണ്ടി തകർത്തപ്പോൾ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ ആഭാസം പറഞ്ഞുകൊണ്ട് കുട്ടികൾ രംഗത്ത് വന്നത്. എന്താണ് ഭയം അതിനകത്തിരിക്കുന്നു, ഇറങ്ങി വാടാ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയത്, നമ്മുടെ യുവാക്കളെ മാറ്റിയത് ഒക്കെ നമുക്ക് നാടിന് ദോഷമാണ്. അപ്പോൾ അതിനെ ഇതെല്ലാം ഒരു കണ്ണൂർ മോഡലാണല്ലോ, അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത് സെക്രട്ടേറിയറ്റ് വരെ കണ്ണൂർ മോഡലിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പലരും അത് പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റുകൾ, സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകളൊക്കെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നാണ് പലരും പറയുന്നത്. ആ നേട്ടത്തിൻ്റെ ഫലമായിട്ട് മറ്റു പലരെയും അടിച്ചൊതുക്കുന്നു, ചവിട്ടി ഒതുക്കുന്നു, പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിനെതിരെ വോട്ട് ചെയ്യണം എന്ന് പറയാൻ UDF-നും കഴിയുന്നില്ല. അതാണ് അവർക്ക് നേതാവില്ല, അണികൾ ദുർബലരാണ്. പക്ഷെ BJP എടുത്ത് കളിക്കുമ്പോൾ അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആർഷോ പ്രശാന്ത് ശിവൻ പോരിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു സത്യം. അല്ല, സാറ് പറയുന്നത് അങ്ങനെ ഒരു പിന്തുണ നൽകുമ്പോൾ, നേതാക്കളും BJP പ്രവർത്തകരും ജനങ്ങൾക്ക് ഒരു പിന്തുണ നൽകുമ്പോൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രിപുര ഒരു ബംഗാൾ മോഡലിലേക്ക് കേരളവും അതിവൈകാതെ എത്തുന്നു. യാതൊരു സംശയവും വേണ്ട. കാരണം ഗുണ്ടായുസം കൊണ്ട് ജനാധിപത്യത്തിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഗുണ്ടായുസം കൊണ്ട് നിൽക്കുന്നെങ്കിൽ വേറൊരു ഗുണ്ടാ സംഘം ഉണ്ടാവും. എപ്പോഴും നമ്മൾ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, ഒരു ഗുണ്ട വളരുകയാണ്, അയാളുടെ കൂടെ ഒരു 4 പേരും കൂടെ ചേരുകയാണെങ്കിൽ ഇയാളെ അടിച്ചു നിർത്താൻ വേറൊരു ഗുണ്ട വരും. ആ ഗുണ്ടയ്ക്ക് പുറമെ 4 പേരും കൂടെ വരും. അപ്പോൾ ഇവർ തമ്മിൽ ജനങ്ങളെ ഭീതിയിലായിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവർ തമ്മിലൊരു സംഘടന നടത്തി ഇവരിൽ ഒരുത്തനെ മറ്റവൻ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നാട്ടുകാർക്ക് അത്രയും ആശ്വാസം എന്ന് വിചാരിക്കും. അപ്പോഴാണ് മറ്റവൻ വീണ്ടും ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കും. ഉടനെ വേറൊരു ഗുണ്ട വരും, അവനും വേറൊരു സംഘം വരും. ഇങ്ങനെയാണ് ഗുണ്ടകൾ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാപ്പ ചുമത്തി ഇവനെയൊക്കെ അകത്താക്കി വെക്കണമെന്ന് പറയുന്നത്. പക്ഷേ അതുപോലും പക്ഷപാതപരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അപ്പോൾ അക്രമത്തിന് മുതിരുന്നവരെ നിരുത്സാഹപ്പെടുത്തണം, അക്രമത്തിന് മുതിരുന്നവരെ നേതാക്കളാക്കി കൊണ്ടുവരാതിരിക്കണം, അക്രമത്തിന് മുതിരുന്നവരെ ജനപ്രതിനിധികളാക്കാതിരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കുന്നയാൾ, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നയാൾ, മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറുന്ന ആൾക്കാർ ഉണ്ടാവാനായിട്ട് ജനങ്ങളും ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല, ജനങ്ങളാണ് അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത്തരക്കാരെ ഒരു കാരണവശാലും ജയിപ്പിക്കില്ല എന്ന് വന്നാൽ ഉടൻ പ്ലേറ്റ് മാറ്റും. ഈ രാഷ്ട്രീയക്കാരെല്ലാം ജനഹിതത്തിനനുസരിച്ചാണ് പലപ്പോഴും കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിനനുസരിച്ച്. അപ്പോൾ അടി കൊണ്ടാൽ ഭയന്ന് മാറുമോ എന്ന് തോന്നിയാൽ അടിക്കായിട്ട് അവർ നിൽക്കും. അതേസമയം അടിക്കുന്നവനെ അടുത്ത ഇലക്ഷനിൽ തോൽപ്പിക്കുമെന്ന് വന്നാൽ തീർച്ചയായിട്ടും പിന്നെ അടി മാറ്റിയിട്ട് സ്നേഹം കൊണ്ടുവരും. അപ്പോൾ സ്നേഹത്തോടെ നമ്മുടെ ആളുകളോട് പെരുമാറാനായിട്ട് നമ്മൾ തന്നെ വോട്ട് ചെയ്താണത് മാറ്റിയെടുക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.